ഇറ്റാലിയൻ ബോംബലോണി. കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട, ഇത് സംഭവം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആൾ കുറച്ച് ഇൻ്റർനാഷണലാണ്, പക്ഷേ എങ്കിലും നമുക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്ത് ഒരു അരക്കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ലെമൺ സെസ്റ്റ്, ലെമണിൻ്റെ തൊലി അതിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്കാണ് നമുക്ക് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. 1.5 കപ്പ് മൈദയാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് മൈദ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി 1/2 കപ്പ് മൈദ കൂടെ കുഴച്ചെടുത്ത് നല്ലൊരു കിടിലൻ ഡൗ ആക്കി അതിനെ മാറ്റാം. സംഭവം സിമ്പിളാണ്. ഈ ഡൗ ഉണ്ടാക്കുന്നൊരു ടൈമും പ്രോസസ്സും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്നാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ ബൗളിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. ആദ്യം നമുക്ക് ഭയങ്കര ലൂസായിട്ടൊക്കെ തോന്നും, പക്ഷേ പിന്നീട് അത് ടൈറ്റായി നല്ല സോഫ്റ്റായിട്ടുള്ളൊരു നോർമൽ ഡൗ ആയിട്ട് വരും. അതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ബട്ടർ ഇട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കാം. നല്ല സോഫ്റ്റായാൽ മാത്രമേ നന്നായിട്ടിത് പൊങ്ങിയൊക്കെ വരുള്ളൂ. അതിലേക്ക് നമ്മളൊന്ന് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത്, എന്തിനാന്ന് വെച്ചാൽ അത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. അത് അടച്ച് വെച്ച് മിനിമം ഒരു 2 hours വെക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്ന ഇതിനെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. അതിനുശേഷം ഇനി വീണ്ടും ഇട്ട് നന്നായിട്ട് കുഴക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് താഴ്ത്തി കൊടുത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ച ശേഷം നമ്മളതിനെ എത്രയാണോ നമുക്ക് സൈസ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഓരോ ബോളും നമ്മൾ ബട്ടർ പേപ്പറിലാണ് വെക്കുന്നത്. ബിക്കോസ് ബട്ടർ പേപ്പറിൽ വെക്കുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാകും. കയ്യിൽ വെക്കുന്ന സമയത്ത് കയ്യിൽ വീണ്ടും ഇരിക്കും തോറും അത് ലൂസായിക്കൊണ്ടേയിരിക്കും, അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിലിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക്, ഒരുപാട് ചൂടുണ്ടാവരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഭാഗം തന്നെ കുറേ നേരം ഇട്ടു. അങ്ങനെ എനിക്ക് ഷേപ്പ് അത്ര നീറ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു ബണ്ണ്. അപ്പോൾ നന്നായിട്ടെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്ത എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു കത്തി വെച്ചിട്ടോ പപ്പടക്കോല് വെച്ചിട്ടോ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുത്ത് ചോക്ലേറ്റ് ഫില്ല് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സംഭവം ഞാൻ എടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താണ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫില്ലിംഗ് വേണമെങ്കിൽ എടുക്കാം. ന്യൂട്ടല്ല ആഡ് ചെയ്യാം, കസ്റ്റർഡ് ആഡ് ചെയ്യാം, എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. താങ്ക് യു.